നിങ്ങൾ ഒരു ദിവസം എത്ര രൂപ സമ്പാദിക്കുന്നുണ്ടാവുമായിരിക്കും? ഒരു ദിവസം 2000 രൂപയെങ്കിലും സമ്പാദിക്കുന്നുണ്ടാവുമോ? അതോ ഒരു 2000 രൂപ ഒരു ദിവസം നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതോ ഒരു 2000 രൂപ ഒരു ദിവസം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് ഒരു ദിവസത്തെ കാര്യമാണ്. പറ്റുന്നുണ്ടാവില്ലായിരിക്കും. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ നാട്ടിൽ ഒരു ദിവസം ടെക് ആർക്ക് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ചെയ്ത റിസർച്ചിൽ കണ്ടുപിടിച്ചൊരു കാര്യമുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരു ദിവസം ഒരാൾ ചുരുങ്ങിയത് 2600 തവണ നമ്മുടെ ഫോൺ തൊടും എന്നാണ് പറയുന്നത്. അതായത് 2600 തവണ ഓരോ മനുഷ്യരും അവൻ്റെ ഫോൺ തൊടും എന്ന്. നമ്മുടെ ഏവറേജ് സാലറി നമ്മുടെ ഡാറ്റ അനുസരിച്ചിട്ട് ഒരു ദിവസം ഒരു നല്ലൊരു വെൽ പെയ്ഡ് ആയിട്ടുള്ള ആളാണെങ്കിലും കിട്ടുന്നത് ഒരു ദിവസം 600-700 രൂപയ്ക്ക് അടയ്ക്കാം. പക്ഷേ അതിൻ്റെ ഇടയിൽ നമുക്ക് 2600 തവണ നമ്മുടെ ഫോൺ തൊടാൻ സമയം നമുക്കുണ്ടല്ലോ. അത്രത്തോളം ഭയാനകമാണ് ഇപ്പോൾ നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതും കഴിഞ്ഞ ദിവസമായിട്ട് ഞങ്ങൾ മുന്നിലോട്ട് കൊണ്ടുവന്ന ഈ പ്രശ്നങ്ങളും. എല്ലാവരും ഒരു ഫോക്കസ് ഇല്ലാണ്ട് എവിടെയും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാണ്ട് ഒരു സ്കാറ്റേർഡ് ബ്രെയിനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കളയണ സമയത്തിനെ നമുക്ക് മോണിറ്റൈസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, അതായത് നമ്മൾ കളയണ സമയത്തിനെ പൈസയാക്കി മാറ്റാൻ പറ്റുകയാണെങ്കിൽ എത്ര രൂപയായിരിക്കും നമ്മൾ ഓരോ ദിവസവും കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. പുറം രാജ്യത്തൊക്കെ, അതായത് ഞാനിപ്പോൾ നിൽക്കണ ഓസ്ട്രേലിയയിലൊക്കെ മണിക്കൂറിനാണ് ശമ്പളം. നമ്മൾ ഒരു ജോലി ചെയ്യണത് ഒരു മണിക്കൂറാണെങ്കിൽ നമ്മളുടെ ശമ്പളം 1 മണിക്കൂറാണ്. ആ നേരം 1 മണിക്കൂറിൻ്റെ കൂടെ 15 മിനിറ്റ് കൂടുതൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനും ശമ്പളമാണ്. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം. നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല സിസ്റ്റം. നമുക്ക് മാസ വരുമാനമോ അല്ലെങ്കിൽ ആഴ്ചയിൽ വരുമാനം അങ്ങനെയൊക്കെയാണ്. പക്ഷേ എങ്കിലും എങ്ങനെ വരുമാനമായാലും നമ്മളൊരു ദിവസം നമ്മൾ ഈ ഫോണിൻ്റെയും സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ കളയണ ഒരു സമയമുണ്ടല്ലോ. ആവറേജ് ഒരു മനുഷ്യൻ നാട്ടിൽ, പ്രത്യേകിച്ചും കേരളത്തിലും ഇന്ത്യയിലും, ഒരു 6 മുതൽ 7 മണിക്കൂർ വരെ ഇതിൻ്റെ സമയം ചിലവഴിക്കുന്നുണ്ട് എന്നാണ് ഡാറ്റ പറയണത്. അതൊരു ഭയാനകമാണ്. കാരണം നമ്മുടെ ഭയാനകത്തിനേക്കാളും ഉപരിയായിട്ട് നമ്മുടെ മാനസികമായിട്ടുള്ള, നമ്മുടെ ശാരീരികമായിട്ടുള്ള, നമ്മുടെ ഇമോഷണലായിട്ടുള്ള എല്ലാ ആസ്പെക്റ്റിലും അത് നമ്മളെ വലിച്ച് കീറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ നിങ്ങൾ ഇതിനെപ്പറ്റി എന്താണ് ഒരു അഭിപ്രായം? ഇതിൻ്റെ അടിയിലൊന്ന് കമൻറ്റ് ചെയ്യാമോ? നിങ്ങളുടെ ഒരു ദിവസത്തെ ഒരു സ്ക്രീൻ ടൈം എത്രയാണെന്നും അത് മാറ്റാനായിട്ട് നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കണമെന്നും ഈ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി പേര് ഇപ്പോൾ ഇത് മാറ്റാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ കൂടെ മുന്നോട്ട് വരുന്നുണ്ട്. ഞങ്ങൾ ഇന്നലെ നടത്തിയൊരു വെബിനാറിലും ഒത്തിരി പേരായിട്ട് സംസാരിച്ചു. അവരും ഇതുകൊണ്ട് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ പറ്റിയും ഫോക്കസ് ഇല്ലായ്മനെ പറ്റിയും, അതായത് ലൈഫ് ഇങ്ങനെ പല ഡയറക്ഷനിൽ പോകുന്നതിനെ പറ്റിയിട്ടൊക്കെ തുറന്ന് സംസാരിക്കാനുള്ള ഒരു അവസരം ഞങ്ങൾക്കുണ്ടായി. അപ്പോൾ നിങ്ങൾ സ്ക്രീൻ ടൈം എത്രയാണ്, അത് കുറയ്ക്കാനായിട്ട് നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്ന് വായിച്ച് ഞങ്ങൾ അതിനനുസരിച്ച് റിപ്ലൈ തരാം. താങ്ക് യു.